റോഡിന്റെ ഓരം ചേർന്ന് കൈപിടിച്ച് അവർ എന്നും നടക്കും. സ്കൂളിലെ വിശേഷങ്ങൾ, വീട്ടുകാര്യങ്ങൾ, അങ്ങനെ എല്ലാം പറഞ്ഞു നടക്കുമ്പോൾ ദൂരമറിയില്ല. ഇടയ്ക്ക് ബാഗിനുള്ളിൽ കരുതിയ മധുരം 4 പങ്കുവയ്ക്കും. അവർ അത്രയ്ക്ക് കൂട്ടാണ്. വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ ഉമ്മയോട് പനയമ്പാടം ജംഗ്ഷനിൽ തന്നെ നിന്നാൽ മതിയെന്ന് ഇർഫാന ചട്ടം കെട്ടിയത് കൂട്ടുകൂടി ഒരുമിച്ച് നടക്കാനാണ്. നിയമങ്ങൾ ലംഘിച്ച് ചീറിപ്പാഞ്ഞവരുടെ മരണവാർത്തയല്ല. റോഡിലിട്ട് 4 പൊന്നുമക്കളെ കൊന്നു. കരിമ്പയും കരഞ്ഞുപോയി. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇർഫാന, ആയിഷ, നിത, ഹൃദ. പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ച് വീട്ടിലേക്ക്. പ്രാണപരീക്ഷ തോൽപ്പിച്ച റോഡ്, സിമന്റ് കയറ്റിയ ലോറി. ഒന്ന് ഓടി മാറാൻ പോലും ആ 4 കുട്ടികൾക്കും കഴിഞ്ഞില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓടി രക്ഷപ്പെടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അവർ അത്രയ്ക്ക് കൂട്ടല്ലേ. സുഹൃത്തുക്കളാണ് അവർ എല്ലാവരും. എല്ലാ വീടുകളും ഏകദേശം 3 വീട് വരെ 50 മീറ്റർ വ്യത്യാസമുള്ള വീടുകളാണ്. അത് എപ്പോഴും ഒരു ചെറുപ്പം തൊട്ട് ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് വരികയും ചെയ്യുന്ന കുട്ടികളാണ്. സ്കൂളിലേക്കൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് വരിക. ഒരേ ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവരെ ക്ലാസ് സപ്ലൈ ചെയ്തു. അപ്പോൾ ഒരാൾ വേറെ. 4 പേര് അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. 4 പേര് ഒരേ സ്ഥലമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുകളിലേക്ക് ലോറി പാഞ്ഞു കയറുമ്പോൾ തൊട്ടു പിന്നിലായി അജ്നാഷിറിനുണ്ടായിരുന്നു. അവൾ എന്തു ചെയ്യാനാണ്? ആകെ മരവിച്ചിരിപ്പാണ് ആ കുഞ്ഞ്. എന്താണ് മോളെ സംഭവിച്ചത്? മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി വരുന്നുണ്ടായിരുന്നു. നല്ല പാഞ്ഞിട്ടത് വന്നായിരുന്നു. പാലക്കാട് ഭാഗത്തുനിന്ന് ലോറിയും വരുന്നുണ്ടായിരുന്നു. മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി വന്നിട്ട് ഞങ്ങളുടെ അവിടുന്ന് ചെരിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊന്നും പറ്റില്ല എന്നറിയില്ല. എന്നിട്ട് പാലക്കാടിന് വരുന്ന ലോറിൻ്റെ മുമ്പ് പോയിട്ട് ആ ലോറിൻ്റെ ബാക്ക് പോയി ഇടിച്ചു. അപ്പോൾ നേരെ പാലക്കാട് നിന്ന് വന്ന ലോറി എൻ്റെ പിന്നാണ്ടുന്ന കുട്ടികളെ ഇടിച്ചു പോവുകയും ചെയ്തു. ആ ഒരു സമയത്താണോ മോള് മുന്നിലേക്ക് നടന്നത്, അല്ലെങ്കിൽ തന്നെ കുറച്ച് മുന്നിലായിരുന്നു മോളുണ്ടായത്? ഒരുമിച്ചായിരുന്നില്ലേ നടന്നത് 5 പേരും? ഒരുമിച്ചായിരുന്നു. ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടായിരുന്നു ആദ്യം നടന്നിരുന്നത്. അപ്പോൾ ഇവരിനെ ഇടിച്ചു പോയി ഞാൻ കണ്ടില്ലായിരുന്നു. ഞങ്ങൾ കടയിൽ കയറിയിട്ട് മിഠായിയൊക്കെ വാങ്ങിയിട്ട് വരികയായിരുന്നു. അപ്പം അവളുടെ ഉള്ള സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിലിട്ടു. എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ അവരുടെ ബാഗിലൊക്കെ ഇടുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. അവളുടെ എക്സാമിൻ്റെ ബോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിതാൻ്റെ കൊട, റിതാൻ്റെ എക്സാം ബോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരമ്മയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച. ഇർഷാനയുടെ നിലവിളി കേട്ട് ഫാരിസ ഓടിയെത്തുമ്പോൾ അവളെ രക്ഷിക്കാനാകുന്നതിലും അകലെയായി. ഇർഫാനാൻ്റെ ഉമ്മ അവിടുന്ന് അവൾ ഇടിക്കുന്ന കണ്ടപ്പോൾ തന്നെ അവളുടെ അമ്മ അവിടുന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. ഇർഫാനാൻ്റെ അമ്മ അവിടെ വീഴാനൊക്കെ പോയിട്ട് അവിടുന്ന് ഓടി വരിക ചെയ്തത്. ഇട്ട് കണ്ടപ്പോൾ തന്നെ ഇർഫാന വിളിച്ച് കരയൊക്കെ ചെയ്തു. ഞാൻ അവിടുന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തത്. അവിടെ നിന്നും വാരിക്കൂട്ടി ആശുപത്രികളിലെത്തുമ്പോൾ ആ 4 മക്കൾക്കും ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നില്ല. മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല. ഞങ്ങൾ നേരെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ചായ കഴിച്ചിട്ടില്ല. ആ സമയത്ത് ആളുകളൊക്കെ അപ്പോഴേക്കും ഓടിയെത്തിയില്ല. സമയത്ത് ആളുകളൊക്കെ നിറയെ ഓടിയെത്തി. അവിടെ പോയപ്പോഴത്തന്നെ എനിക്ക് ആകെ തളർച്ച വന്നു. അപ്പോൾ നിങ്ങളിങ്ങോട്ട് പോയി നിങ്ങൾ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് വന്നു.
പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ആൾക്കാരുണ്ട്, കുട്ടികൾ അവിടെ പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയണത്. പിന്നെ JCB വന്നിട്ട് വേറെ വണ്ടികളൊക്കെ വന്ന് അതിനെയൊക്കെ മാറ്റിയിട്ടാണ് കുട്ടികളെ 2 പേരെ പുറത്തെടുത്തത്. 2 പേരെ അപ്പം തന്നെ കൊണ്ടുപോയി. പതിവിലും നേരത്തെ കരിമ്പ ഉറക്കമെഴുന്നേറ്റു. അല്ല, കരിമ്പ ഉറങ്ങിയിട്ടേയുണ്ടായിരുന്നില്ല. ഒരേ യൂണിഫോമിൽ എന്നും പോയിരുന്നവർ ഒരേ നിറത്തിൽ മടങ്ങി വരികയാണ്. മരണത്തിന്റെ പെട്ടിയിൽ വെള്ള പുതച്ച് 4 കുഞ്ഞുങ്ങൾ. ആദ്യം വീടുകളിലേക്കാണ് പോയത്. 1/2 കിലോമീറ്ററിനുള്ളിലാണ് 4 പേരുടെയും വീട്. ആയിഷ പറഞ്ഞ കുട്ടി മണവാട്ടിയാണ്. എന്ന് കളിക്കാനാ വെച്ചിരുന്നത്? ഇപ്പോൾ ഈ 21-ാം തീയതി പരിപാടി വെച്ചിരുന്നു. അതില് എന്ത് പരിപാടിയാ? അത് പുതിയ ഓഡിറ്റോറിയം പണിതിട്ടുണ്ട് MP ഫണ്ടിൽ നിന്ന്. അതിന്റെ ഉദ്ഘാടനത്തിന്. അതിന് ഉള്ള ഒപ്പനയ്ക്ക് വേണ്ടിയുള്ള മണവാട്ടിയായിരുന്നു ആയിഷ. ആയിഷയ്ക്ക് മണവാട്ടിയുടെ ചന്തമായിരുന്നു. പൂനിലാവിന്റെ ചിരിയാണ് അവൾക്ക്. സ്കൂളിലെ ഒപ്പന മത്സരങ്ങളിൽ ഫുൾ ഗ്രേഡാണ്. മണവാട്ടിക്കായി വീട്ടുമുറ്റത്ത് പന്തലൊരുങ്ങി. അവൾ ഇത്തവണ വന്നത് കണ്ണീരായാണ്.
ഫർഹാനയുടെ ദുരന്തം വീട്ടകത്താകെ നിഴലിച്ചു കിടക്കുന്നു. ചേതനയറ്റ് റിത വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിൽ നിലവിളി മാത്രമായിരുന്നു ബാക്കി. കണ്ണീരുമായി കൂട്ടുകാരികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു അവിടെ. മയ്യത്തുപെട്ടിയിൽ നിതയുടെ കുടുംബത്തിന്റെ, ആ നാടിന്റെ മുഴുവൻ വേദനയുമുണ്ട്. കരിമ്പയിലെ കരിമ്പനയ്ക്കൽ ഹാളിൽ നാടൊന്നാകെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നും കണ്ടിരുന്ന മക്കൾ പെട്ടെന്നങ്ങ് പോയതെറിഞ്ഞ് ഓടിയെത്തിയവർ. പല ദേശത്തു നിന്ന് മുൻപരിചയമില്ലാത്ത പൊന്നുമക്കളെ കാണാൻ വന്നവർ. ഉയിരായിരുന്ന മക്കൾ പിടഞ്ഞു കിടപ്പാണ്. നിരത്തിക്കിടത്തിയ പെട്ടികളിൽ പ്രിയപ്പെട്ടതാണ്. പ്രിയ കൂട്ടുകാരികളെ കണ്ട് കണ്ണു നിറഞ്ഞു. കരിമ്പയെ കരയിപ്പിച്ച് നിറഞ്ഞൊഴുകി.
ചിലർക്ക് കാണാൻ പോലും കരുത്തില്ലാതെ മാറി നിന്നു. നിശ്ചയിച്ച സമയം കഴിയുകയാണ്. നാലു പേരെയും ഒരുമിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നേരമായി. പിണക്കങ്ങളും ഇണക്കങ്ങളും നിറച്ചൊരു കുഞ്ഞിപ്പെണ്ണ് മൂടിപ്പുതച്ച് കിടപ്പാണ്. ആയിഷയെ കാണാൻ സഹോദരി ഓടിയെത്തിയ കാഴ്ച കണ്ടു നിൽക്കാനാകുന്നതേ ആയിരുന്നില്ല. സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. തുപ്പനാമൂട് ജുമാ മസ്ജിദിൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഖബർ ഒരുക്കേണ്ടി വന്നിട്ടില്ല. കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരം കൂടിക്കൂടി വരികയാണ്. തോളിലേറ്റിയ മഞ്ചം നിറയെ ഹൃദയനോവിന്റെ ഭാരമാണ്. വേദന ഇറക്കി വയ്ക്കാനാവാതെ മഞ്ചമിറക്കി. എങ്ങനെ വാങ്ങി തന്നോളൂ. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കണമേ എന്ന പ്രാർത്ഥനയോടെ. അശാസ്ത്രീയമായ റോഡിനെ ചൊല്ലി, അലക്ഷ്യമായ ഡ്രൈവിങ്ങിനെ ചൊല്ലി തർക്കങ്ങളൊന്നും തീർന്നിട്ടില്ല. പക്ഷേ ആരും ഈ കൊലയ്ക്കുത്തരം പറയുന്നില്ല. No,